വിവാഹം എന്നത് പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും കെട്ടിപ്പടുക്കേണ്ട ഒന്നാണ്. കുറവുകളെ അംഗീകരിച്ചും കരുതലോടെയും ചേർത്തുപിടിക്കുമ്പോഴാണ് ആ ബന്ധം പൂർണ്ണമാകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത ആ നാടിനെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഹൃദയാഘാതം മൂലം സംഭവിച്ച സ്വാഭാവിക മരണം എന്ന് കരുതിയിടത്തു നിന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. ആരുമറിയാതെ വിദഗ്ധമായ രീതിയിൽ ആ യുവതിയെ കൊലപ്പെടുത്തിയതാകട്ടെ സ്വന്തം ഭർത്താവ് തന്നെ. അതിന് യുവാവ് പറഞ്ഞ കാരണം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം. എന്നാലും സംഭവത്തിൽ ഇപ്പോൾ കിരൺ എന്ന യുവാവ് ആന്ധ്രാ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കിരൺ പത്മജയെ വിവാഹം കഴിക്കുന്നത് തന്നെ അവരുടെ കുടുംബത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ലക്ഷ്യം വെച്ചായിരുന്നു. വിവാഹ സമയത്ത് പത്മജയ്ക്ക് അല്പം വണ്ണക്കൂടുതലുണ്ടായിരുന്നു എന്നത് കിരണിന് താൽപര്യക്കുറവ് ഉണ്ടാക്കിയിരുന്നുവെങ്കിലും പണത്തോടുള്ള ആർത്തി അയാളെ ആ വിവാഹത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒരു കുഞ്ഞ് ജനിച്ചതിന് പിന്നാലെ കിരണിന്റെ ഉള്ളിലെ വിദ്വേഷം പുറത്തുവരാൻ തുടങ്ങി. പ്രസവശേഷം പത്മജിയുടെ ശരീരഭാരം കുറച്ചുകൂടി വർദ്ധിച്ചത് കിരണിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു. പത്മജയെ പുറത്തു കൊണ്ടുപോകാൻ തനിക്ക് നാണക്കേടാണെന്ന് പറഞ്ഞ് അയാൾ നിരന്തരം പരിഹസിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഭർത്താവിന്റെ ഇഷ്ടത്തിന് വഴങ്ങി ഡയറ്റിംഗും വ്യായാമവും പത്മജ പരീക്ഷിച്ചെങ്കിലും പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ല. ഇതോടെ പത്മജയെ ഒഴിവാക്കി സ്വത്ത് കൈക്കലാക്കാൻ കിരൺ തീരുമാനിക്കുകയായിരുന്നു. ആരും സംശയിക്കാത്ത രീതിയിൽ എങ്ങനെ കൊല നടത്താം എന്ന് കിരൺ മാസങ്ങളോളം ഗൂഗിളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തിരഞ്ഞു. വിവിധ കൊലപാതക രീതികളെക്കുറിച്ച് പഠിച്ച അയാൾ ഒടുവിൽ ഹൈദരാബാദ് സ്വദേശിയായ ഒരു യൂട്യൂബറുമായി ബന്ധപ്പെട്ടു. അയാളിൽ നിന്നും 80,000 രൂപ നൽകി മാരകമായ ഒരു വിഷം കൈക്കലാക്കി. സ്വന്തം വീട്ടിൽ വെച്ച് കൊല നടത്തിയാൽ പിടിക്കപ്പെടുമെന്ന് ഭയന്ന കിരൺ പത്മജയെ തന്ത്രപൂർവ്വം തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവളോട് സ്നേഹം അഭിനയിച്ച് അവളുടെ വിശ്വാസം നേടിയെടുത്തു. ഏപ്രിൽ 29 രാത്രി പത്മജയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട പാൽക്കോവയിൽ ഈ വിഷം കലർത്തി നൽകി. വിഷം ഉള്ളിലെത്തിയ പത്മജ അവശയായി ഉറക്കത്തിലേക്ക് വീണു. പുലർച്ചെ 3 മണിയോടെ പത്മജ മരിച്ചോ എന്ന് കിരൺ പരിശോധിച്ചുവെങ്കിലും അവൾക്ക് ശ്വാസമുണ്ടായിരുന്നു. ഇതോടെ ഒട്ടും ദയയില്ലാതെ തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് അയാൾ മരണം ഉറപ്പിക്കുകയായിരുന്നു. രാവിലെ എല്ലാവരെയും വിളിച്ച് പത്മജയ്ക്ക് ഹൃദയാഘാതം സംഭവിച്ചുവെന്ന് വിശ്വസിപ്പിക്കാനും അയാൾക്ക് കഴിഞ്ഞു. എന്നാൽ മകളുടെ മരണത്തിൽ അസ്വാഭാവികത തോന്നിയ പത്മജയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയും പോസ്റ്റ്മോർട്ടം വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിച്ചതിന്റെയും വിഷാംശത്തിന്റെയും തെളിവുകൾ ലഭിച്ചതോടെ പോലീസ് കിരണിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പത്മജയുടെ അമിതവണ്ണവും സൗന്ദര്യക്കുറവും തനിക്ക് വലിയ കുറച്ചിലായി കണ്ട കിരൺ ഈ വിദ്വേഷം മനസ്സിൽ വെച്ചാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഇതിനു പുറമെ പത്മജയുടെ സ്വത്ത് കൈക്കലാക്കുക എന്ന ലക്ഷ്യം കൂടി അയാൾക്കുണ്ടായിരുന്നു. നിലവിൽ കിരൺ ആന്ധ്രാ പോലീസിന്റെ പിടിയിലാണ്. ഇയാൾക്ക് വിഷം നൽകിയ യൂട്യൂബർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ സ്വാർത്ഥതയും ആർത്തിയും കാരണം തകർന്നത് ഒരു കുടുംബവും അമ്മയെ നഷ്ടപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവിതവുമാണ്.